പേര് സ്വർണ്ണലത. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോൾഡൻ ക്രീപ്പർ. അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ, എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും, അതാരും ആയിക്കോട്ടെ, അത് ചെറിയ മീൻസ് കുഞ്ഞു കുട്ടികളായാലും വലിയ ആൾക്കാരായാലും എല്ലാ റിലേഷൻസിൻ്റെ തമ്മിലുള്ള ബന്ധങ്ങളിലായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടണം. നമ്മളെല്ലാവരും എന്നാന്ന് ഒരു കുടുംബ ബന്ധത്തിലായാലും നമുക്ക് സ്ഥാനങ്ങളുണ്ടാവും, നമുക്ക് വിലയുണ്ടാവണം. നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻ വരുമല്ലോ, നമ്മളെ പോയിൻ്റ് ഓഫ് വ്യൂവും കൂടെ അതിൽ ഉൾപ്പെടുത്തണം എല്ലാം. പക്ഷേങ്കിൽ എത്ര ആൾക്കാർ ഇതാണ് ചിന്താഗതിയാണ് ഓരോരു സമൂഹത്തിൽ നല്ല ഫാമിലിയിലെടുക്കുക. ഫസ്റ്റ് ഫാമിലീൻ്റെ ഉള്ളിൽ ഒരു സംസാരം വരുമ്പം, ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പം, അത് നമ്മളെ വയസ്സിനെ ഇതാക്കിയിട്ട്, നമ്മളെ എക്സ്പീരിയൻസിനെ ബേസ് ആക്കിയിട്ട് നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ പറയുമല്ലോ, നീ അനങ്ങാണ്ടിക്ക്, എനിക്ക് വയസ്സായിട്ടില്ല ഇതിൻ്റെ അകത്ത് പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ ഒന്ന് ചോദിക്കും. അപ്പം എന്താക്കും, അപ്പം നമുക്ക് പറയേണ്ട ഒരു സ്ഥലവും കിട്ടൂല. മീൻസ് നമ്മൾ ഐഡിയാസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. ഒരു ഫസ്റ്റ് നമ്മളെ വീടായിരിക്കണ്ടേ, നമ്മളെ എന്തൊരു ഐഡിയാസും പുറത്ത് കൊണ്ടിട്ട് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലാബ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളെ വീടാണ്. അവിടെ തന്നെ ചിലപ്പം നമുക്ക് ചില നമ്മളെ ഐഡിയാസിനൊന്നും അങ്ങനെ വലിയ വില കൊടുക്കൂല. അതെന്തുകൊണ്ടാണെന്നറിയില്ല, അതങ്ങനെയാണ്. പക്ഷേങ്കിൽ നമ്മളെ റിലേഷൻസിൽ ഇപ്പം ഭാര്യ ഭർത്താവായിക്കോട്ടെ, കുട്ടികൾ തമ്മിൽ, അമ്മയും കുട്ടിയും തമ്മിലായിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മയും അല്ല അച്ഛനും കുട്ടികളും തമ്മിലായിക്കോട്ടെ, അല്ല പുറമേയില്ല ഏതെങ്കിലും എവിടെയെങ്കിലും ഈ ടീച്ചേഴ്സും കുട്ടികളും, അങ്ങനെ എല്ലാ ഇതിലും ഏതൊരു ഇതിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം നമ്മൾ ഒന്ന് തളർത്തും ആൾക്കാർ. മീൻസ് നിങ്ങളങ്ങനെ പറയാൻ ആയിട്ടില്ല, നിങ്ങളങ്ങനെ ചെയ്യാൻ ആയിട്ടില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ വലിയ കൂട്ടർ, അതായത് നമ്മളെക്കാട്ടിയും കുറച്ച് വയസ്സിൽ കൂട്ടർ വിചാരിക്കും നമുക്കൊന്നും ആയില്ല, എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. അങ്ങനെയല്ല. പക്ഷേങ്കിൽ നമ്മൾക്കും ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, നമ്മൾ ഐഡിയാസ് പറഞ്ഞിട്ടത് കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ ആ ഐഡിയ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം ശരിയായിട്ടുണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുക. അല്ല അതിനെക്കാട്ടി മുന്നേ നമുക്കൊന്നും പറയുന്നത് വായിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. ഒരാളെ കണ്ടിട്ട് അപ്പാടെ അങ്ങ് ജഡ്ജ്മെൻറ്റ് ആവുന്നത് ശരിയില്ലാത്ത കാര്യമല്ലേ. കണ്ട ഉടനെ ഈ ആൾ ഇതിന് പോരാ, ഈ വ്യക്തി ഇതിനൊന്നും കൊള്ളൂല എന്നൊന്നും പറയുന്ന വ്യൂ, പറയുന്ന കാര്യങ്ങൾ അത് കേട്ടിട്ട് വേണം നമ്മൾ തീരുമാനിക്കേണ്ടത്, അത് എടുക്കണോ വേണ്ടിയോ എന്നല്ല. അപ്പം അത് ഫസ്റ്റ് ആ പറയുന്ന വ്യക്തിനെ കേൾക്കാനുള്ള മനസ്സ്, കുട്ടികളായാലും അച്ഛൻ അമ്മ ആരായാലും, അത് ആരോടാ പറയുന്നത് അതെല്ലാം കേൾക്കാനുള്ള മനസ്സ് നമുക്ക് എപ്പോൾ ഉണ്ടാവണം. അത് ഇന്നത്തെ ജനറേഷൻസിന് എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് എന്തെങ്കിലും ഉണ്ടാവും. അപ്പം എന്നാൽ ആ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് ആർക്കും ഇല്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം നമ്മളെ പേഴ്സണാലിറ്റീനെ ബിൽഡപ്പ് ചെയ്യണം. പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ആർക്കെങ്കിലും കേൾക്കുന്ന കൂട്ടർക്ക് പറഞ്ഞാൽ നടക്കും ഈ കാര്യം എന്നത്. അപ്പോൾ അങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും അച്ഛനോ അമ്മേനോടൊക്കെ പറയുമ്പം കൂടെ
നമ്മൾ ആ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതിന് നമ്മൾ അച്ഛനമ്മമാർ കുട്ടികളെ സഹായിക്കണം അല്ലേ? അല്ലാണ്ട് വെറുതെ ഒന്ന് ഇതൊന്നും എവിടെയും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു കേട്ടാലല്ലേ നമുക്ക് കുട്ടികൾ ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത് നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ നമ്മൾ അധികം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എല്ലാ പാരൻസും കുട്ടികളെ അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലാണ് നമുക്കത് ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നമുക്ക് ഇല്ലെങ്കിലാണ് ഫസ്റ്റ് നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മൾ ചിലപ്പം ഇൻസൾട്ട് ചെയ്യും, ചിലപ്പം പറയണ്ട എന്നെല്ലാം. അത് നമ്മളൊരു ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പം നമുക്ക് എല്ലാം പറയണം പറ്റുന്നൊന്ന് പ്രസൻറ്റബിളായിട്ട് നമുക്കെല്ലാം പറയാൻ പറ്റുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ആ കഴിവില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളുമല്ല വേണ്ടത്. അവർക്കൊരു ചാൻസ് പിന്നെയും കൊടുക്കണം. എല്ലാവർക്കും ചാൻസ് കൊടുത്തിട്ട് തന്നെയല്ലേ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയല്ലേ നമ്മൾ ഓരോരോ കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഓരോന്ന് ലൈഫിൽ ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാണ്ട് ആരും ഒന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഓരോരോ തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആവുന്നത്. അതെല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ എന്നാലും ചില കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് തള്ളി മാറ്റും. അങ്ങനെ ഒരിക്കലും തള്ളി മാറ്റേണ്ടതല്ല. നമ്മൾ ഈ പുതിയ ജനറേഷൻസിന് പുതിയ ആൾക്കാർ പുതിയ തലമുറകൾ അവരെല്ലാം വെച്ചാൽ അവർക്കെല്ലാം വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷെ അവർ കേട്ടിട്ടില്ലെങ്കിൽ അവരവരെ ഫ്രസ്ട്രേഷൻസാണ് അവർ പിന്നെ പുറത്ത് കൊണ്ടുവരിക. ഇപ്പോൾ ഏതൊരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ അല്ലെ വീട്ടിലായിക്കോട്ടെ, എന്തും തന്നെ ആയാലും നമ്മൾ അവരെ പറയുന്നത് കേട്ടിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത് കാര്യം പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ് കൂടുതൽ വരിക. കാരണം അവർക്ക് പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം എവിടെയും കിട്ടുന്നില്ല, വീട്ടിലും കിട്ടുന്നില്ല, എവിടെയും അങ്ങനെ എല്ലാം തള്ളിപ്പെടുവന്നു. അവരുടെ ഐഡിയാസും നീഡ്സും ആവശ്യങ്ങളും ഒന്നും ആരും അറിഞ്ഞുകൊണ്ടിട്ടും അങ്ങ് ജസ്റ്റ് ഒഴിവാക്കുമെന്ന്. ആ ഒഴിവാക്കലിൽ ചില കുട്ടികൾക്കെന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ചില കുട്ടികൾക്ക് അവരത് പോട്ട് വിട് എന്ന് വെച്ചിട്ട് എടുക്കും. ചില കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അവളെ തളർത്തും. പിന്നെ അവരൊന്നും ഒരു ഐഡിയയും ഒന്നും പുറത്ത് അവർ കൊണ്ടുവരില്ല എന്ന് വെച്ചാൽ അവരാരോടും സംസാരിക്കില്ല. അവരനങ്ങാണ്ട് ഒരു സൈഡിൽ അനങ്ങാണ്ടൊന്ന് ജീവിക്കുക. അപ്പം അങ്ങനെയെല്ലാം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളെയും നമ്മൾ സമൂഹത്തിൽ ആദ്യം ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് അവരെ പരിശീലിപ്പിക്കേണ്ടത്. കാരണം കുറേ വിധം തളർത്തകൾ മീൻസ് കുറേ ടൈപ്സ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ കുട്ടികൾ പോകുന്നത്. അപ്പം പല ആൾക്കാർക്കും പല ചിന്താഗതികളും പല ഐഡിയാസും എല്ലായിരിക്കും. അപ്പം അതൊന്നും നമ്മൾ ഒന്നും പഠിപ്പിക്കാണ്ട് വീട്ടിൽ നിന്ന് നമ്മളൊരു കുട്ടികളെ ഒരു പുറത്തേക്കൊരു സമൂഹത്തിലേക്ക് വിടുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും അവർ പറയുന്നത് കേൾക്കണമെന്നൊന്നുമില്ല, എല്ലാവരും അവർ പറയുന്നത് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ കുട്ടികൾ പെട്ടെന്ന് അങ്ങ് ഇതായി പോകും. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നുമല്ല അവർ വീട്ടിൽ നിന്ന് പഠിച്ചത്. കാരണം വീട്ടിൽ നിന്ന് അവർ പഠിച്ചതെന്ന് വെച്ചാൽ അച്ഛനും അമ്മ പറയുമ്പം എല്ലാം കേൾക്കുന്നുണ്ട്. ചില കൂട്ടർ കേൾക്കുന്നുണ്ടാവില്ല, ചില പാരൻസ് അതൊന്നും കേൾക്കില്ല. ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില കുട്ടികൾ ഈ മീൻസ് വീട്ടിൽ നിന്നൊരു കാര്യങ്ങൾ ഇങ്ങനെ തള്ളി പോകുമ്പോൾ അത് പുറമേ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇതുണ്ടാവും, ശക്തി ഉണ്ടാവും. നമുക്ക് ആ പ്രാക്ടീസ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓക്കെ നമുക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ പറയുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. എന്നാലും ചില ഈ മിഡിൽ ക്ലാസ്സിലൊന്നും അധികം കുട്ടികളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ കുട്ടികളോട് പറയല്ലോ നീ അങ്ങനെ ചെയ്യണ്ട എന്നല്ലോ. അപ്പോൾ അവർക്ക് ആ പ്രാക്ടീസ്ഡ് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. എന്നാലും
നല്ല കാര്യം മോശം കാര്യങ്ങളെല്ലാം കുട്ടികളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പോലെ ആയിരിക്കും ഈ ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ, പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പുതിയ ആൾക്കാർ പുതിയ തരത്തിലായിരിക്കും ബിഹേവ് ചെയ്യുക. അതെല്ലാം ചില കുട്ടികൾ അങ്ങ് ഉൾക്കൊള്ളും. ചില കുട്ടികൾ അങ്ങ് എന്താടാ ഇവരെല്ലാം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ട് വേണം. അതായത് ഏത് തരത്തിലായിരിക്കും എല്ലാം കുറച്ച് എക്സ്പീരിയൻസ് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം. എന്നാലും കുട്ടികളത് കേൾക്കും. അല്ലാണ്ടെന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഒരു ഇതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ അവർ വല്ലാണ്ടങ്ങ് ഫീൽ ചെയ്യും. അതാണ് ഇന്നത്തെ കാലത്ത് കുറേ കുട്ടികൾ ഒന്നും ചില കുട്ടികൾ ഒന്നും പറയാൻ പോലും ഒന്നും പറയൂല, അനങ്ങാണ്ടങ്ങ് ഇതാവും. ചില കുട്ടികൾ അത് മനസ്സിൽ വെച്ചിട്ട് അത് വല്ലാതെ രീതിയിൽ അവരെ അങ്ങ് എഫക്റ്റ് ചെയ്യും. ചിലത് കുട്ടികൾ അത് ടേക്ക് ഇറ്റ് ഈസി എന്ന് അങ്ങ് വിടും. അപ്പം എല്ലാ അച്ഛനും അമ്മമാരും ഓരോരോ അച്ഛനമ്മമാർ മാത്രമല്ല, നമ്മൾ കുട്ടികളെ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അവരെന്നാന്ന് പറയുന്നത് എന്നാ ചെയ്യുന്നതെന്ന് അവർ തിരുത്താനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാണ്ടെന്ന് വെച്ചാൽ ഒരു കുട്ടിയും മോശമായിട്ടൊന്നല്ല ജനിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് ജനിക്കുന്നത്. പക്ഷേങ്കിൽ അവർ വളർന്നു വരുന്ന സറൗണ്ടിങ്സ്, ആ സമൂഹം, അതെല്ലാം ഓരോരുത്തരുടെ ചിന്താഗതിനെയും എല്ലാം മോശമാക്കുന്നത്. വളരെ മോശമാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പോയിന്റ് ചെയ്തിട്ട് കുറ്റപ്പെടുത്തലും അതെല്ലാം ആയിരിക്കും. അപ്പം അതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ വ്യക്തികളും വിചാരിച്ചാലേ എല്ലാവരും നന്നാക്കി. അപ്പം നമ്മളെ ചിന്താഗതിയും നല്ലതായിരിക്കണം. എന്നാലേ നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റും. ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ടും ബാക്കിയിലോട്ട് നമുക്ക് നന്നാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നോട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യുക. എന്നാലല്ലേ നമ്മളെ പോലത്തെ കുട്ടികൾക്കൊന്ന് വളർന്നു തരാൻ പറ്റും, അല്ലേ? അത് നിങ്ങളെപ്പോലത്തെ സമൂഹം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് എന്നെ വിശ്വസിക്കുന്നു. Thank you for watching my video.